നമ്മുടെ ജീവിതത്തിൽ പല പ്രയോറിറ്റീസും കാണും, നമ്മുടെ ജീവിതത്തിൽ പല റെസ്പോൺസിബിലിറ്റീസും നമുക്ക് കാണും. പക്ഷേ അതൊക്കെ മാറ്റി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാൻ ശക്തിയും അധികാരവും കൊടുക്കുകയാണ്. ദൈവരാജ്യം പ്രസംഗിപ്പാൻ, രോഗികൾക്ക് സൗഖ്യം വരുത്തുവാൻ അവരെ അയച്ചിട്ട് കർത്താവ് പറയുകയാണ്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, രണ്ടുടുപ്പും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവീൻ. കർത്താവ് പറഞ്ഞതനുസരിച്ച് തന്നെ ശിഷ്യന്മാർ പുറപ്പെട്ടു പോകുകയാണ്. അവർ സുവിശേഷം അറിയിച്ച് രോഗികളെ സൗഖ്യമാക്കി. യേശു കർത്താവ് അവരെ പറഞ്ഞയച്ച ആ ദൗത്യം അവർ പൂർത്തിയാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്ന ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹെരോദാവ് പറയുന്നുണ്ട് യേശു കർത്താവിൻ്റെ ഈ അത്ഭുതങ്ങൾ താൻ കേൾക്കുമ്പോൾ. എന്നിട്ട് താൻ പറയുകയാണ്, യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് ഈ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നത് എന്നാണ് തൻ്റെ തോന്നൽ. താഴോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവിനെ അനുഗമിച്ച ഒരു കൂട്ടം ജനം, അവർക്ക് കഴിപ്പാൻ ആഹാരമില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവെ ഇവരെ പറഞ്ഞയക്കണമേ, ഇവർ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി അവിടെ നിന്ന് ഭക്ഷിപ്പാൻ വേണ്ടി അവർ വാങ്ങിച്ച് കഴിക്കട്ടെ എന്ന്. യേശു കർത്താവ് പറയുക, നിങ്ങൾ അവർക്ക് കഴിപ്പാൻ കൊടുപ്പീൻ. നമുക്കറിയാം, വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. അവിടെ 5 അപ്പവും 2 മീനും ഉണ്ട്. കർത്താവ് അതിനെ ഉയരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് നൽകുകയാണ്. അവരൊക്കെ തിന്ന് തൃപ്തരായിട്ട് വീണ്ടും ചില ശേഷിപ്പ് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 5000 പുരുഷന്മാർ ആ സ്ഥലത്തുണ്ടായിരുന്നതായിട്ട് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, യേശു കർത്താവ് പറയുന്ന ചില വിലപ്പെട്ട വാക്കുകളാണ്. പ്രത്യേകിച്ച് അതിന്റെ 23 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, കർത്താവിനെ അനുഗമിക്കാൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിക്ഷേപിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് കർത്താവ് പറയുക, തൻ്റെ ജീവനെ ആരെങ്കിലും രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വിഷയത്തെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ അധ്യായത്തിൽ യേശു കർത്താവ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കത് തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ വന്നിട്ട് പറയുക, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞു. യേശു അവനോട് പറയുകയാണ്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തൻ ആ സമയത്ത് പറയുക, എന്നെ അനുഗമിക്കുക എന്ന് യേശു തന്നോട് പറഞ്ഞാറേ അവൻ പറയുന്നുണ്ട്, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഈ ഒരു ഭാഗം തന്നെ നമ്മൾ മുൻപ് വായിച്ചു കേട്ട ആ ചില വാക്യങ്ങളോട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ നിശ്ചയിച്ച് നാൾ തോറും ക്രൂശ് എടുത്ത് നടക്കട്ടെ. ഇവിടെ ചില വ്യക്തികൾ യേശു കർത്താവിനോട് അവരുടെ അവസ്ഥകൾ പറയുകയാണ്, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് പറയുകയാണ്. എന്നിട്ട് കർത്താവിനോട് അനുവാദം ചോദിക്കുകയാണ്, ആദ്യം അതൊന്ന് ചെയ്തിട്ട് വരാം, എന്നിട്ട് കർത്താവിനെ അനുഗമിക്കാം. കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരുത്തനും ദൈവരാജ്യത്തിന്
കൊള്ളാവുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രയോറിറ്റീസും കാണും, നമ്മുടെ ജീവിതത്തിൽ പല റെസ്പോൺസിബിലിറ്റീസും നമുക്ക് കാണും. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അതൊക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി ചില സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇല്ല എങ്കിൽ നമുക്കത് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് കടന്നു വരണം. കർത്താവെ, അങ്ങയുടെ ക്രൂശ് ചുമന്ന് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിനെ അനുഗമിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ഉരുത്തിരിഞ്ഞു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അനേക അത്ഭുതങ്ങൾ, അനേക അടയാളങ്ങളെ അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു മകനെ കൊണ്ട് തന്റെ അപ്പൻ കടന്നു വരികയാണ്. യേശു കർത്താവ് ആ സമയത്ത് മലയിലാണ്. കർത്താവ് താഴോട്ട് വരുമ്പോൾ കർത്താവ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവിശ്വാസമുള്ള തലമുറയെ, വിശ്വാസം നിമിത്തം പല വീര്യപ്രവർത്തികൾ അവിടെ നടന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ദൈവപ്രവർത്തികളെ ഉളവാക്കട്ടെ. കർത്താവിനെ ക്രൂശെടുത്ത് നടക്കുവാൻ, കർത്താവിന്റെ പിന്നാലെ അനുഗമിപ്പാൻ ഒരു തീരുമാനത്തോടെ ഈ ദിവസങ്ങളായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഏവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.